ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 49ാമത് ശ്ലോകമാണ് ഇന്ന് സ്മരിക്കുന്നത്. ശ്ലോകം ചൊല്ലാം. ഓം നിർവികൽപാ നിരാബാധ നിർഭേദാ ഭേദനാശിനി നിർനാശാ മൃത്യുമഥനി നിഷ്ക്രിയാ നിഷ്പരിഗ്രഹ. ആദ്യത്തെ നാമം നിർവികൽപ. വികൽപ്പമില്ലാത്തവൾ ദേവി നിർവികൽപ. വാസ്തവത്തിൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് കൽപ്പിക്കലാണ് വികൽപ്പം. മനസ്സിൻ്റെ സൃഷ്ടികൾ വികൽപ്പങ്ങളാണ്. ശാസ്ത്രവിരുദ്ധമായത് വികൽപ്പം, മായ വികൽപ്പം. അങ്ങനെ മായാബാധിതമല്ല, മായ ബാധിക്കാത്ത സത്യബോധമാണ് അമ്മ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം നിർവികൽപായൈ നമഃ. അടുത്ത നാമം നിരാബാധ. ഒന്നിലും ബാധിക്കപ്പെടാത്തവൾ, ഒന്നിനാലും ബാധിക്കപ്പെടാത്തവൾ ദേവി. ആബാധം എന്നാൽ തെറ്റായ അറിവ് എന്നാണ് അർത്ഥം. ആബാധം. ഉദാഹരണം തരുന്നുണ്ട് നമുക്ക് ആചാര്യന്മാർ. അരണ്ട വെളിച്ചത്തിൽ കിടക്കുന്ന കയറിൽ ഒരു സർപ്പഭ്രമം തോന്നുന്നു. വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല, അരണ്ട വെളിച്ചമേയുള്ളൂ. അതിൽ ഒരു ചെറിയ കയറിൻ്റെ കഷ്ണം കിടക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അതിൽ ഭ്രമം കൊള്ളുകയാണ്, അത് സർപ്പമായിട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ തെറ്റായ ഒരു അറിവാണ്, ആബാധമാണ് അത്. പാമ്പിനെ കയറാണ് എന്ന് വിചാരിക്കുന്നു. അതുപോലെ വാഴക്കൈ അനങ്ങുന്നത് കാണുമ്പോൾ, രാത്രിയിൽ കാറ്റിൽ അനങ്ങുന്ന വാഴക്കൈ കാണുമ്പോൾ ഭയപ്പെട്ട് ഓടുന്നവരുമുണ്ട്. അതും ആബാധം. പക്ഷെ ദേവി ഒന്നിനാലും ബാധിക്കപ്പെടാത്തവളാണ്, നിരാബാധ. ഓം നിരാബാധായൈ നമ. ഇനി അങ്ങനെയുള്ള ഭ്രമം ജ്ഞാനത്തിൻ്റെ വെളിച്ചമെത്തുമ്പോൾ ഇല്ലാതാകുന്നു. അറിവ് കൈവരുമ്പോൾ അജ്ഞാനം, അന്ധത, അവിവേകം എല്ലാം മറഞ്ഞു പോവുകയാണ്. ആ ഭ്രമം ജ്ഞാനത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഏൽക്കുമ്പോൾ മറഞ്ഞു പോകുന്നു, ഇല്ലാതാകുന്നു. എന്നാൽ സത്യം മനസ്സിലാക്കുന്നു. ബാധകൾ ഏൽക്കാത്തവൾ, അല്ലെങ്കിൽ ബാധ എന്ന് പറയുമ്പോൾ ദുഃഖം, ബാധകൾ ഏൽക്കാത്തവൾ ദേവി നിരാബാധ എന്നും മനസ്സിലാക്കാം. ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് ബാധകളെ ഇല്ലായ്മ ചെയ്യുന്നവൾ നിരാബാധ. ബാധ എന്ന് പറയുമ്പോൾ ദുഃഖങ്ങൾ, ആധി വ്യാധികൾ, നരകദുഃഖമാവട്ടെ, ദുർബാധകളാവട്ടെ, ഗ്രഹദോഷങ്ങളാകട്ടെ, എല്ലാറ്റിനെയും ദേവി അകറ്റുന്നു, ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെ നിരാബാധ എന്നും മനസ്സിലാക്കാം. അടുത്ത നാമം നിർഭേദ. ഭേദമില്ലാത്തവൾ നിർഭേദ. ദേവി ഭേദചിന്ത ഇല്ലാത്തവളാണ്. അമ്മ പരാശക്തിയാണ്, അനന്തയാണ്. ഒപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം, ഭേദബുദ്ധി അകറ്റുന്ന പരാശക്തിയാണ്. എല്ലാറ്റിലും നിറഞ്ഞ്, ഒരുപോലെ നിറഞ്ഞ് കുടികൊണ്ട് അനുഗ്രഹമായി വർത്തിക്കുന്ന മഹാചൈതന്യമാണ് അമ്മ. ഭേദമില്ല, നിർഭേദയാണ് ദേവി. ഇനിയും മനസ്സിലാക്കാൻ, ശിവനും ശിവയും ഭിന്നമാണ് എന്ന് ചിന്തിക്കരുത്. അജ്ഞാനികൾ ശിവനെയും ശിവയെയും വ്യത്യസ്തമായി കാണുന്നു, ഭിന്നമാണെന്ന് ചിന്തിക്കുന്നു. അത് ഭിന്നമല്ല, വേറെയല്ല. ദേവി നിർഭേദയാണ്. തത്വമറിയുന്ന യോഗികൾക്ക് അഭേദത്വം മനസ്സിലാകുന്നു.
ദേവീഭക്തനിലെ ഭേദചിന്തയെ ദേവി തന്നെ അകറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവി നിർഭേദ. ദേവിക്ക് എല്ലാം ഒന്നാണ്, ഒന്ന് തന്നെ എങ്കിലും എല്ലാറ്റിലും മഹാചൈതന്യമായി ഒരേപോലെ നിറഞ്ഞിരിക്കുന്നു എങ്കിലും തത്വബുദ്ധിയോട് കൂടിയിട്ട് ഭേദചിന്ത അകറ്റിയ ഒരു വ്യക്തിക്ക് അമ്മയെ സ്വയം ഉള്ളിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം നിർഭേദായേ നമ. അടുത്ത നാമം ഭേദനാശിനി. ഭേദത്തെ നശിപ്പിക്കുന്നവൾ ശ്രീ മഹാദേവി ഭേദനാശിനി. വാസനാജന്യമായി ഭക്തന്മാരിൽ കാണുന്ന ഓരോരുത്തരുടെയും വാസനാഗുണങ്ങൾക്കനുസരിച്ചിട്ട്, അതാണ് വാസനാജന്യമായി ഭക്തന്മാരിൽ കാണുന്ന ഭേദബുദ്ധിയെ ദേവി ഉന്മൂലനം ചെയ്യുന്നു. 1000 നാമരൂപങ്ങളിലും വിഷയങ്ങളിലും ഏകത്വം കാണാൻ തികഞ്ഞ ഒരു ഭക്തന് സാധിക്കുന്നു. ആ ഭേദബുദ്ധിയെ അമ്മ തന്നെ കളഞ്ഞുകൊണ്ട് ഭേദനാശിനിയായി ഭക്തന് അനുഗ്രഹം നൽകുമ്പോൾ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണ്. അമ്മ പറയുന്നുണ്ട്, ഞാൻ താൻ നൂനം സനാതനം, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെ, ബ്രഹ്മം തന്നെ എന്ന് അമ്മ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അനുഗ്രഹം നല്ല ഒരു സാധകന് ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാരുണ്യമൂർത്തിയായി ഭേദനാശിനിയായി വർത്തിക്കുന്ന മഹാദേവിക്ക് നമസ്കാരം. ഓം ഭേദനാശിന്യേ നമ. ദേവിക്ക് വസ്തുക്കൾ, വ്യക്തികൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പ്രതിഭാസങ്ങൾ എന്നിങ്ങനെ ഭേദമൊന്നുമില്ല. ഇവയ്ക്കെല്ലാം വാസനയുടെയും ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭേദമുണ്ട് എന്ന് നമുക്ക് തോന്നാം. ഈ തോന്നൽ മിഥ്യയാണ്, മാറിക്കൊണ്ടിരിക്കും, അത് സ്ഥായിയല്ല, അജ്ഞാനജന്യമാണ്. എല്ലാം ദേവിയുടെ പ്രതിഭാസ പ്രകടനങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സത്യം ഭക്തർക്ക് അമ്മ വെളിവാക്കിക്കൊടുത്ത് ഭേദബുദ്ധി നശിപ്പിച്ച് ശാന്തിയും സമാധാനവും ഏകത്വവും സമഭാവനയും ദേവി പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭൗതികമായ എല്ലാ ദുഃഖത്തിനും കാരണം ഭേദബുദ്ധിയാണ്. ഭേദബുദ്ധി എന്ന് പറയുമ്പോൾ ദ്വന്ദ്ഭാവം, ദേവി വേറെ, ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ഈശ്വര സൃഷ്ടികൾ വേറെ എന്നുള്ള ഒരു അകന്ന ഭാവം, ദ്വന്ദ്ഭാവം, അതാണ് ഭേദബുദ്ധിക്ക് കാരണം, ദുഃഖങ്ങൾക്കും കാരണം. ഇപ്പോൾ ദ്വന്ദ്ങ്ങൾ എന്ന് പറയുമ്പോൾ ശത്രു മിത്രം, സ്വന്തം അന്യരുടേത്, ജയം പരാജയം, നേട്ടം കോട്ടം, സുഖം ദുഃഖം, ഇവയൊക്കെയാണ് ദ്വന്ദ്ങ്ങളായിട്ട് പറയുന്നത്. ഈ ദ്വന്ദ്ഭാവങ്ങൾക്ക് ഭേദബുദ്ധി തന്നെയാണ് കാരണമായിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം നേടേണ്ടത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, ഒരേ ഒരു ഉപാധിയേയുള്ളൂ. അമ്മയുടെ തൃക്കാൽക്കൽ നമ്മളുടെ ശിരസ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. അമ്മ നമ്മളിലെ ഷഡൂർമികളെ ഇല്ലായ്മ ചെയ്യുന്നു, ശാന്തി പ്രദാനം ചെയ്യുന്നു, ഐശ്വര്യപ്രദായിനിയായിട്ടുള്ള അമ്മ വിരാജിക്കുകയാണ്. അടുത്ത നാമം നിർനാശ. നാശമില്ലാത്തവൾ. കാലദേശങ്ങൾക്ക് അതീതയാണ് അമ്മ. കാലം, ഭൂതം ഭാവി വർത്തമാനം എന്നുള്ള കാല വ്യത്യാസങ്ങൾ ബാധിക്കുന്നില്ല. ദേശങ്ങൾ എവിടെയാണോ ഒന്നും അമ്മയെ ബാധിക്കുന്നില്ല. കാലം എന്ന് പറയുമ്പോൾ ആദി മധ്യ അന്തരഹിതയാണ് അമ്മ. അങ്ങനെയുള്ള കാലം ബാധിക്കുന്നില്ല. ദേവി ജനന മരണ വിഹീനയാണ്, നാശരഹിതയാണ്. പറയുമല്ലോ അമ്മ ഉള്ളതാണ്, ഉണ്ടായതല്ല എന്ന്. ഉണ്ടായതിന് നാശമുണ്ട്, ഉള്ളതിന് നാശമില്ല. നിർനാശ. ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപ്തമായിരിക്കുന്ന ചൈതന്യമാണ്
ദേവി ആ നിറഞ്ഞ വിരാജിക്കുന്ന മഹാശക്തി ദേവിക്ക് നാശമില്ല, ഒപ്പം തന്നെ മനസ്സിലാക്കാം മാറ്റമില്ല, സ്ഥായിയാണ് അമ്മ. സത്യം, ജ്ഞാനം, അനന്തം, ഇത് ശ്രുതിവാക്യമാണ്. അമ്മ സത്യമാണ്, അമ്മ ജ്ഞാനമാണ് അല്ലെങ്കിൽ അറിവാണ്, അമ്മ അനന്തമാണ്, ഒപ്പം തന്നെ ആനന്ദവും അമ്മ തന്നെ. ഓം നിർനാശായേ നമ. അടുത്ത നാമം മൃത്യുമഥനി. മൃത്യുവിനെ മഥിക്കുന്നവൾ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നവൾ മൃത്യുമഥനി. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം. എങ്ങനെയാണ് മരണത്തെ ഇല്ലാതാക്കുക എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം, മരണഭയത്തെ ഇല്ലാതാക്കുന്നവൾ ശ്രീ മഹാദേവി. മരണഭയം നീക്കി അമൃതത്വം നൽകുന്നവൾ അമ്മ. തമസോമ ജ്യോതിർഗമയ. പിന്നെ മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക് അമ്മ കരകയറ്റുകയാണ്, അല്ലെങ്കിൽ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകുന്നു. ആ മഹാദേവി മൃത്യു മഥനിയാണ്. മരണം എന്ന് ചിന്തിക്കുമ്പോൾ അത് അനിശ്ചിതമായ ഒരു സുനിശ്ചിതത്വമാണ്. അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത്. അനിശ്ചിതമായ ഒരു സുനിശ്ചിതത്വമാണ് മരണം. എന്നിരിക്കെ അലംഘനീയമായ മരണത്തെ മാറ്റിവെക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ മനസ്സിലാക്കുന്നു, മരണഭയത്തെ, ആ ഭീതിയെ അമ്മ ഇല്ലായ്മ ചെയ്യാണ്. മറ്റൊന്നുകൂടി നമ്മൾ ചിന്തിച്ച് ആസ്വദിക്കാം, ആശ്വസിക്കാം. ദേവീ കടാക്ഷം കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടും. ദേവി ഉപാസന കൊണ്ട്, ദേവിയുടെ കടാക്ഷം, എന്തിനും നമ്മുടെ പരിശ്രമത്തേക്കാൾ ഉപരി, പരിശ്രമം പ്രധാന ഘടകമാണ് എങ്കിലും പരിശ്രമത്തേക്കാൾ ഉപരി മഹാദേവിയുടെ കാരുണ്യം, അനുഗ്രഹത്തിനാണ് മുൻതൂക്കം. ആ കാരുണ്യം ഉണ്ടെങ്കിൽ, ദേവി കടാക്ഷം ഉണ്ട് എങ്കിൽ ആയുസ്സും നീട്ടിക്കിട്ടുക തന്നെ ചെയ്യും. സംസാര ചക്രത്തിൽപ്പെട്ട് മരണം, ജനനം എന്ന പ്രക്രിയകളിൽപ്പെട്ടുഴഞ്ഞ്, എന്താ പറയുക, പുനരഭി ജനനം പുനരഭി മരണം എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഭയമേശാതെ ശാശ്വതമായ മുക്തി നൽകുന്നത് ദേവിയാണ്. ഉഴറുന്നവർക്ക് തീർച്ചയായിട്ടും ശാന്തിയും സമാധാനവും മോചനവും മോക്ഷവുമായി വർത്തിക്കുന്നു ശ്രീ മഹാദേവി. ശാശ്വതമായ മുക്തി നൽകുന്നത് അമ്മയാണ്. തൻ്റെ ഭക്തന്മാരെ യമൻ്റെ കയ്യിൽ കൊടുക്കാതെ എങ്ങനെയാണ് മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ, മൃത്യുമഥനിയായിട്ടുള്ള അമ്മ തൻ്റെ ഭക്തന്മാരെ, തൻ്റെ മക്കളെ യമൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ, കയ്യിൽ കൊടുക്കാതെ തന്നിൽ തന്നെ ലയിപ്പിക്കുകയാണ്, തൻ്റെ പാദത്തിൽ ചേർക്കുകയാണ് കാരുണ്യമൂർത്തിയായിട്ടുള്ള അമ്മ. തന്നിൽ ലയിപ്പിച്ചുകൊണ്ട് നിത്യത നൽകുന്നു ശ്രീ മഹാദേവി. കാലകാലനായ മഹാദേവൻ മൃത്യുമഥനനാണ്, ദേവി മൃത്യുമഥനിയും. അങ്ങനെ മൃത്യുമഥനിയായി വർത്തിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം മൃത്യുമഥന്യേ നമ. അടുത്ത നാമം നിഷ്ക്രിയ. യാതൊരു കർമ്മവും ഇല്ലാത്തവൾ, യാതൊരു കർമ്മവും ഇല്ലാത്തവളാണ് നിഷ്ക്രിയ. അമ്മ പ്രപഞ്ച സത്യമാണ്, പ്രപഞ്ച ചൈതന്യമാണ്. അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് കർമ്മങ്ങളൊന്നും ഇല്ല. ഒരു ഉദാഹരണം പറയാണ്. ഒരു പുഷ്പം വിരിയുന്നതോടൊപ്പം അതിൻ്റെ വാസന പരക്കുകയാണ്. ഒരു പുഷ്പത്തിൻ്റെ സഹജ സ്വഭാവമാണ് അതിൻ്റെ ഗന്ധം, സുഗന്ധം, വാസന. പൂവിനെ ആ വാസന ബാധിക്കുന്നില്ല. പക്ഷേ ആ പൂവിൻ്റെ വികാസത്തോടൊപ്പം തന്നെ അതിൻ്റെ സുഗന്ധം എങ്ങും പ്രസരിക്കുകയാണ്. മഹാദേവിയുടെ മഹാദേവിയുടെ സങ്കല്പമാണ്, സാന്നിധ്യമാണ് ഇങ്ങനെ
ഐശ്വര്യമായും അനുഗ്രഹമായും സദ്ഗുണങ്ങളായും പ്രസരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സന്നിധി മാത്രേണ. അപ്പോൾ ദേവിയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സുഗന്ധം, ഐശ്വര്യം എല്ലായിടത്തും പരക്കുന്നു. എന്നാൽ സുഗന്ധം പരക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുഷ്പം എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഉദാഹരിക്കാണ്, ബ്രഹ്മനിഷ്ഠനായ ഒരുവൻ്റെ കർമ്മങ്ങൾ, ദേവീ കർമ്മമൊന്നുമില്ലാത്തവളാണ്. അപ്പോൾ ദേവീ ഉപാസനയിലൂടെ ദേവീഭാവത്തിലേക്ക്, ആ ചൈതന്യഭാവത്തിലേക്ക് ഉയർന്ന ഒരു സാധകൻ, ബ്രഹ്മനിഷ്ഠനായ ഒരു സാധകൻ തൻ്റെ കർമ്മങ്ങളല്ല എന്നുള്ളൊരു ഭാവത്തിൽ, ഞാൻ ചെയ്യുന്നു, എൻ്റേത്, എൻ്റെ കർമ്മം എന്നുള്ള ഭാവത്തിലല്ല, കർമ്മങ്ങളെ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് യോഗയുക്തനായ ഒരാൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങൾ ചെയ്യുന്നു, ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു, അതിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് യോഗിവര്യന്മാർ മുന്നേറുന്നത്. ഭഗവത്ഗീത അങ്ങനെ പറയുന്നു. ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ മനീഷാ പഞ്ചകത്തിൽ അങ്ങനെ പറയുന്നു. എങ്ങനെയാണോ താമരയില ചെളിവെള്ളത്തിലായാലും കിടക്കുന്നത്, ആ ഇലയിൽ ജലസ്പർശം ഇല്ല, അതുപോലെയാണ് ഒരു യോഗി ഏത് ഭൗതിക സാഹചര്യത്തിൽ ജീവിച്ചാലും സ്വയം സംരക്ഷിതനായി വർത്തിക്കുകയാണ്. കർമ്മങ്ങൾ അവരെ ബാധിക്കുന്നില്ല. അതിന് ഉണർന്ന ഒരു ബോധതലം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഓരോരുത്തർക്കും അങ്ങനെ ഒരു സാധ്യത, അനുഗ്രഹം ലഭ്യമാകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ കാരുണ്യം ചൊരിയുന്ന അമ്മയ്ക്ക് നമസ്കാരം. അടുത്ത നാമം നിഷ്പരിഗ്രഹ. നിഷ്പരിഗ്രഹ എന്ന് പറയുമ്പോൾ പരിഗ്രഹമില്ലാത്തവൾ. പരിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ, സ്വീകാര്യങ്ങൾ. പരിഗ്രഹമില്ലാത്തവൾ, സ്വീകരിക്കാത്തവൾ. ധനം, ദ്രവ്യം, പരിജനങ്ങൾ, പത്നി, പതി, സ്വീകാരങ്ങൾ, ഇതെല്ലാമാണ് പരിഗ്രഹങ്ങൾ. ഇവയൊന്നും ദേവി സ്വീകരിക്കുന്നില്ല. ആരിൽ നിന്നും ദേവിക്ക് ഒരു സഹായവും ആവശ്യമില്ല. ദ്രവ്യങ്ങളുടെ സഹായം വേണ്ട, ആവശ്യമില്ല. പൂജ വേണോ? വേണ്ട. ധനമോ സേവയോ ഇതൊന്നും ദേവിക്ക് വേണ്ട. അമ്മ നിഷ്പരിഗ്രഹയാണ്, സമ്പൂർണയാണ് അമ്മ. ആ നിലയിൽ ഭക്തര് സ്വന്തം ആനന്ദത്തിന് വേണ്ടി അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. ആ സമർപ്പിതമായിട്ടുള്ള ബുദ്ധി വളരെ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാണ് ദേവിയെ ഇങ്ങനെ അലങ്കൃതയായിട്ട് നമ്മൾ കാണുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, ഓരോരോ ഭക്തനും അവനവൻ്റേതായ ആസ്വാദനത്തിന്, ആനന്ദലബ്ധിക്ക് ഏതേതു വിധത്തിൽ ചേലകൾ ചാർത്താം, ആഭരണങ്ങൾ ചാർത്താം, മൂക്കുത്തി അണിയിക്കാം, എങ്ങനെയെല്ലാം ദേവിയെ അലങ്കരിക്കാം, അതെല്ലാം ഭക്തന് ചെയ്യാം. പക്ഷേ ദേവി ഭക്തൻ്റെ സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ഇരുന്നു തരികയാണ്. അത് ദേവിയെ ബാധിക്കുന്നൊന്നുമില്ല. അപ്പോൾ മനസ്സാണ് അവിടെ സമർപ്പിക്കുന്നത്. മനസ്സ് സമർപ്പിച്ചാൽ അത് ദേവി സ്വീകരിച്ച് അതിനെ ശുദ്ധമാക്കി തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആചാര്യന്മാർ പറയണത്. ദേവി എല്ലാറ്റിനും മൂലകാരണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം സമർപ്പിക്കുന്നു ദേവിക്ക്. എങ്ങനെയാ എല്ലാം സമർപ്പിക്കുക? നമ്മളുടെ മനസ്സ്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തോ അത് സമർപ്പിക്കാം. സാധാരണയായി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അമിതമായ താല്പര്യമുള്ളത് ധനത്തിലാണ്. ആ ധനം തന്നെ അങ്ങ് സമർപ്പിക്കാം. അതിലുപരി നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. നമ്മളെ തന്നെ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാം. ദേവി സ്വീകരിക്കുക തന്നെ ചെയ്യും. കാര്യം നിഷ്പരിഗ്രഹ എന്നൊക്കെ പറഞ്ഞാലും
ദേവിയുടെ മക്കൾ നിഷ്കളങ്കമായ മനസ്സോടും ആ സമർപ്പണ ഭാവത്തോടും കൂടി അമ്മയുടെ പാദത്തിൽ ഇങ്ങനെ ചെന്ന് ശിരസ്സർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മ വാരിയെടുത്ത് മടിയിൽ വെച്ച് മുത്തം തരും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് എന്താ, അമ്മ സ്വയം പൂർണ്ണയാണ്, പരിപൂർണയാണ് അമ്മ. അപ്പോൾ നമ്മളുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തകളെ എല്ലാം ഓരോരോ പുഷ്പങ്ങളായി ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ പാദത്തിൽ വന്ന് വീഴുക തന്നെ ചെയ്യും. കാരുണ്യവർഷം ചൊരിയുക തന്നെ ചെയ്യും. ഈ പേര് നിഷ്പരിഗ്രഹ എന്നാണെങ്കിൽ പോലും നമ്മളെ അമ്മ മടിയിലെടുത്തു വയ്ക്കും, മാറോട് ചേർക്കും എന്നുള്ള ആ ഒരു ഭാവം നമ്മൾ നിലനിർത്തണം. എന്താ പറയുക, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അമ്മയോട് ചേർന്നിരിക്കാം, അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാം. അങ്ങനെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അമ്മ നിഷ്പരിഗ്രഹ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം നിഷ്പരിഗ്രഹായേ നമ. ഓം ശ്രീ മഹാദേവ്യേ നമ.